നമ്മൾ നാടൻ കോഴിയുടെ ഇപ്പം കുറച്ച് വീഡിയോകൾ നമ്മൾ ഒരെണ്ണം കൂടി ഇടാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പം നാടൻ കോഴിയിൽ കുറേ വെറൈറ്റി ഉണ്ട്, നമുക്കറിയാം. അതിൻ്റെ അത് ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഈ വെറൈറ്റി, ഇപ്പം കരിയിലക്കോഴി എന്നൊക്കെ പറയും. ഇത് മലപ്പുറം സൈഡിലും ഇടുക്കിയിലും ഒക്കെയുള്ള ഒരു സംഭവമാണ്. അപ്പം മറ്റേ കാണുന്നില്ല. അപ്പോൾ ഇത് ഒരു 60 സൈസ് എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയം സൈഡിലൊക്കെ കാണുന്ന കോഴിയാണ് ഈ നിൽക്കുന്നത്. ഇതിലെല്ലാം കുഞ്ഞുങ്ങളാണ്, ഇതെല്ലാം നാടനാണ്. ഇതുണ്ട്, അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ വലുതാണ്. ഇത് തന്നെയാണ്, സെയിം വലുപ്പമാണ്. 90 കോഴി എന്ന് പറയും, ചുമ്മാ ഓരോ പേരെന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം മുട്ടയുടെ സൈസ് ഏകദേശം സെയിമൊക്കെ തന്നെയാണ്. നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് ഒരു വലുപ്പമില്ല. ഇപ്പോൾ കണ്ണൂരുള്ള ഇപ്പോൾ കേരള ഗവൺമെൻറ് അംഗീകരിച്ചേക്കുന്ന കോഴി എന്ന് പറയുന്നത് കണ്ണൂർ കോഴി മാത്രമേ ഉള്ളൂ, തലശ്ശേരി കോഴി എന്ന് പറയുന്നത്. അതിൻ്റെ വകഭേദം തന്നെയാണ് ഇതെല്ലാം, എല്ലാം സെയിമൊക്കെ തന്നെയാണ്. പലയിടത്തും വന്ന് ഇങ്ങനെ ഇതിൻ്റെ മാറ്റം സംഭവിച്ചെന്നുള്ളേ ഉള്ളൂ. അപ്പം നമ്മൾ പറയുമ്പോൾ മേടിക്കരുതാത്ത സാധനം എന്ന് വെച്ചാൽ അതുല്യ എന്ന് പറയുന്നത്, ഇതൊക്കെ കേരള ഗവൺമെൻറ് വികസിപ്പിച്ചെടുത്തതാണ്. പ്യൂർ വള്ളയാണ്, ബ്ലോക്ക് കോഴി പോലെ ഇരിക്കും. പിന്നെ BV 320, ഇതിനൊക്കെ എന്നാന്ന് വെച്ചാൽ ഒരു ബ്രൗൺ നിറത്തി ഈ ഗ്രാമശ്രീ പോലെയൊക്കെ ഇരിക്കും. പക്ഷേ അതിന് കമ്പനി തീറ്റ തന്നെ കൊടുക്കണം, അതിന് ഭയങ്കരമായിട്ട് വില കൂടുതൽ. അപ്പോൾ നമുക്ക് അതൊന്നും ശരിക്കും മുതലാകത്തില്ല, അഴിച്ചുവിടാൻ ഒരിക്കലും പറ്റത്തില്ല, അഴിച്ചുവിട്ട് വളർത്താൻ പറ്റത്തില്ല. പിന്നെ പറയുകയാണെങ്കിൽ യഥാർത്ഥ നാടൻ കോഴി എന്ന് പറഞ്ഞാൽ കഴുത്തെ പപ്പില്ലാത്ത നേക്കഡ് നെക്ക്. അപ്പോൾ എല്ലാ വെറൈറ്റി ഉണ്ടാക്കാനായിട്ട് അതിനെ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മധ്യപ്രദേശിലുള്ള കരിങ്കോഴി എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ നാടനാണ്, പക്ഷേ അതൊക്കെ അങ്ങ് പറന്ന് അവിടെ എവിടെയും പോകും. തലശ്ശേരി കോഴിയൊക്കെ പറന്നു പോകും. അപ്പം നമുക്ക് തലശ്ശേരി കോഴി കിട്ടുന്ന മണ്ണുത്തി ഫാമിൽ വിളിച്ചാൽ കിട്ടും. പിന്നെ ഉള്ളത് ഗ്രാമശ്രീ, അതാണ് ഏറ്റവും അഴിച്ചുവിടാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നു. അപ്പോൾ അത് നാടൻ കോഴിയോട്, അതും ഈ വൈറ്റ് ലഗൂണും നാടൻ കോഴിയുടെ കഴുത്തെ പപ്പില്ലാതായിട്ടുള്ള ക്രോസാണ്. അത് പൊരുന്നത്തില്ല. അപ്പം പൊരുന്നാത്തതുകൊണ്ട് അതിനൊരു 200 മുട്ട കിട്ടും. നാടൻ കോഴിക്ക് ഇതുപോലത്തെ നാടൻ കോഴിക്ക് ഒരു 60 തൊട്ട് 100 മുട്ടയ്ക്കുള്ളിൽ കിട്ടത്തില്ല. 60 നമ്മൾ പൊരുന്നാതിരിക്കുകയാണെങ്കിൽ 100 മുട്ട അതിന് കിട്ടത്തുള്ളൂ ഒരു വർഷം. 1.5 വർഷം അതിന് ആയുസുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ 1.5 വർഷം കൊണ്ട് 150 മുട്ട അതിന് ജീവിതത്തിൽ കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് കണക്ക് കൂട്ടി എടുക്കാം എന്നാ കിട്ടുമെന്നുള്ളതിന്. അതിന് 1200 രൂപ കിട്ടും. അതിൻ്റെ അത് സ്റ്റാർട്ടർ തന്നെ ഒരു 200 രൂപയ്ക്ക് അടുത്ത്, സ്റ്റാർട്ടറും മറ്റേ ഇതും കൂടെ ഗ്രോവറും കൂടെ പോയി കഴിഞ്ഞാൽ 200, പിന്നെ 1000 രൂപയുള്ള ലാഭം. അതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ ഒരു 300 രൂപയുടെ അരിയും കൂടെ വെച്ചാൽ ഒരു 500 രൂപ വില വരും. 200 രൂപ ലാഭം അതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ നാടൻ കോഴി വളർത്തുക എന്ന് പറഞ്ഞാൽ വലിയ ലാഭത്തിനല്ല എന്നുള്ള ആദ്യമായിട്ട് മനസ്സിലാക്കണം. അതേസമയം അതിൻ്റെ ഇരട്ടി ലാഭമാണ് ഗ്രാമശ്രീ. കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കും. അപ്പം ഈ ഗ്രാമശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് പുള്ളി കളറുള്ള ചില നാടിൻ്റെ ഒരു വെറൈറ്റിയുടെ ഒരു ലക്ഷണം അതിൻ്റെ ഇത് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പെടകൾക്ക് പല വേരിയേഷൻ വരുന്നുണ്ട്. ലൈറ്റ് ബ്രൗൺ ഉണ്ട്, അതേപോലെ അങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. അപ്പം ഗ്രാമശ്രീ കഴിഞ്ഞ് ഗ്രാമലക്ഷ്മി വരുന്നുണ്ട്. അത് വെള്ള നിറത്തിൽ കറുപ്പ് ഡോട്ടാണ്, അതും 200 മുട്ടയാണ് ഇടുന്നത്. പിന്നെ ഗ്രാമപ്രിയ ഉണ്ട്, അതും 200 മുട്ടയാണ്. പക്ഷേ അത് ഈ ഹൈദരാബാദിലുള്ള ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് പറ്റിയ ഒരു കോഴി എന്ന് പറഞ്ഞാൽ കാവേരി പറ്റത്തില്ല, അത് ഒറീസയിലുള്ളതാണ്. പിന്നെ കൈരളി എന്ന് പറയുന്നത് കൊല്ലത്തെങ്ങാണ്ട് ഒരു ഹാച്ചറി ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ കഴുത്തെ പപ്പില്ലാത്തതും കരിങ്കോഴിയും വൈറ്റ് ലോഗണും ഇത് മൂന്നുമായിട്ടുള്ള ക്രോസാണ്. അപ്പോൾ അതിൻ്റെ മുട്ട എന്ന് പറയുന്നത് നാടൻ കോഴിയുടെ ഒരു വലിപ്പക്കുറവുള്ള മുട്ടയാണ്. അത് നാടൻ കോഴി പോലെ ഇരിക്കും, കറുത്തതാണ്. അപ്പം അതാണ് മെയിനായിട്ട് വെറൈറ്റികൾ. അപ്പം നമ്മളിപ്പം ഗിരിരാജയും ഇതുപോലെയൊക്കെ നാടൻ കോഴിയുടെ മുട്ട പോലെ ഒരു ബ്രൗൺ നിറത്തിലാണ്. ഗിരിരാജയുടെ മുട്ടയും ഗ്രാമശ്രീയുടെയൊക്കെ മുട്ട ഒരു ചെറിയ ലൈറ്റ് ബ്രൗണാണ്. യഥാർത്ഥ നാടൻ കോഴിയുടെ മുട്ടയെന്ന് പറഞ്ഞാൽ ഒരുമാതിരി ബ്രൗണും വെള്ളയും കൂടെ കൂടിയ നിറമാണ്. അപ്പം ബ്രൗൺ എന്ന് പറഞ്ഞാൽ അത് എന്നാൽ നാടൻ കോഴിയല്ല. ചില മാന്യന്മാർ അംഗീകരിക്കില്ല, കാരണം കച്ചവടക്കാർക്ക് കച്ചവടം നടക്കണം. കടയിൽ കൊണ്ട് ചെന്നാൽ അവരിതാ പറയുന്നത് നാടനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിൽക്കുന്നത്. ഇവർ ശരിക്കും ഈ ബ്രൗൺ നിറത്തിലുള്ള മുട്ട ഇടുന്ന കോഴികളെല്ലാം ഗ്രാമശ്രീ, ഈ കാവേരി ഇതുമൊക്കെയായിട്ട് ക്രോസ് ആയിപ്പോയ കോഴികളാണ്. ഇതാണ് നമുക്കൊരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു പറഞ്ഞ പോലെ ബ്രൗൺ നിറത്തിലുള്ള മുട്ട, ഇത് ഇതുണ്ടോ, കരിയിലക്കോഴിയാണ്, ഒരു കുഞ്ഞേ ഉള്ളൂ. നമ്മുടെ ഒരു രക്തത്തിനൊക്കെ വളർത്തുന്നത്. അപ്പോൾ നിങ്ങൾ കടയിൽ കൊടുക്കാനാണ് ഗ്രാമശ്രീ ആയിരിക്കും ലാഭം. നിങ്ങളുടെ ആവശ്യത്തിന് നല്ലൊരു പ്യൂർ മുട്ട കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്രാമശ്രീ അഴിച്ചുവിടാം, എങ്കിലും കുറച്ചുകൂടെ തീറ്റ കൊടുക്കണം. ഇതിൽ ഒരു തീറ്റയും കൊടുക്കണം. ഇത് കരിയിലയൊക്കെ ചകഞ്ഞ് മറിച്ച് തിന്നുന്ന കോഴികളാണ്. അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പം കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമ്മൾ വരാം. നമ്മളൊരു കുളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കരിമീനെയൊക്കെ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു റംബൂട്ടാൻ്റെ വിശേഷം പറയാം. നെയ്റ്റിനാണ് നല്ലതായിട്ട് കായ്ച്ചു. അതിന് വെള്ളം ഒഴിക്കാതെ കരിഞ്ഞു പോയപ്പോൾ അകത്തെ കാവൊന്ന് കായ്ച്ചു. ശരി.